നമസ്കാരം. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 13 ദിവസങ്ങൾ പിന്നിടുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് 3ഓളം മനുഷ്യരെയാണ് കടലിൽ മീൻ പിടിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട് കാണാതായിട്ടുള്ളത്. അതിൽ ഷിജിനായുള്ള തിരച്ചിൽ മുതലപ്പുഴ കേന്ദ്രീകരിച്ച് പുഴയുടെ സമീപത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത സാഹചര്യം. വന്ന സമയത്ത് പോലീസിന്റെ വള്ളം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ അതും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അതായത് മാധ്യമങ്ങൾ പോലും മാറുന്ന സമയത്ത് ഇപ്പോൾ അന്തരീക്ഷമാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. തിരച്ചിൽ നടത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഇവിടെ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലുകൾ ഇപ്പോഴില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഷിജിന് വേണ്ടി ഈ പറയുന്നത് പോലെ സ്കൂബ ഡൈവേഴ്സ് അടക്കം എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. അതേസമയത്ത് ഇപ്പോൾ നേവിയുടെ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവലിലുള്ള തിരച്ചിൽ പ്രദേശങ്ങളിലേക്കൊക്കെ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എങ്കിൽ പോലും ഒരു മനുഷ്യനെ കാണാതായിട്ട് 13 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഇത്തരം സംവിധാനങ്ങളിൽ ഡെവലപ്മെന്റ് വരണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച് വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ് ഇവിടെ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ. ഇത് മുതലപ്പൊഴി എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും പലപ്പോഴും പലതരത്തിൽ ഇവിടെയുള്ള അപകട മരണങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരു മരണപ്പൊഴിയായും കാണുന്നവരുണ്ട്. സ്കൂബ ഡൈവേഴ്സിന് പോലും ഇവിടെ ഇറങ്ങാനോ തിരച്ചിൽ നടത്താനോ ഭയമുള്ള ഒരു പ്രദേശമാണ്. കാരണം ഇവിടെ എപ്പോഴാണ് അപകടം ഉണ്ടാകുക എന്നത് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അത്തരമൊരു ഇടത്ത് ഈ ഷിജിന്റെ മൃതദേഹം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലും ഉറപ്പിലുമാണ് മത്സ്യബന്ധന തൊഴിലാളികൾ. ഷിജിന്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളോട് പറഞ്ഞത്, ഈ ഒരു പ്രദേശത്ത് നിന്ന് കാറ്റ് വരുന്ന ദിശയിൽ കാറ്റ് വരുന്ന സമയത്ത് ഒരു മൃതദേഹത്തിന്റെ മണം പോലെ കടലിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ മണമൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ആളുകളാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നത് അങ്ങനെ ഒരു മൃതദേഹത്തിന്റെ മണം പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷിജിന്റെ മൃതദേഹം ഈ പ്രദേശത്ത് എവിടെയോ ഉണ്ട് എന്ന് ഉറച്ച് തീരുമാനിച്ചിരിക്കുകയാണ് ഈ മത്സ്യബന്ധന തൊഴിലാളികളും ഷിജിന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ ഒരു മേഖലയിൽ തിരച്ചിൽ നടത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ തങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം തന്നെ തിരച്ചിൽ നടത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു, കഴിവിന്റെ പരമാവധിയിൽ അപ്പുറത്തേക്ക് ചെയ്തു കഴിഞ്ഞു എന്ന് വളരെ നിസാരവൽക്കരിച്ചാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു വിഷയത്തിൽ മറുപടി നൽകുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സർക്കാർ എന്തു ചെയ്തു, ആ സമയത്ത് എത്ര പേർ മരണപ്പെട്ടു എന്നുള്ള കണക്കുകൾ നിരത്തി ഞങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റല്ല എന്ന് തെറ്റിനെ തെറ്റുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു രീതി ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുണ്ട്. അതേസമയം സ്വന്തം ജീവൻ പോലും പണയം കഴിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ മക്കളായിട്ടുള്ള ഓരോരുത്തരുടെയും ചങ്കിൽ തീയാണ് എന്നത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിന്റെ 3 മക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ അച്ഛൻ മരണപ്പെട്ടോ എന്ന് പോലും സംശയമുണ്ട് എന്ന തരത്തിൽ അവരെ ആക്ഷേപിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതായത് ഒരു തെറ്റ്, ഒരു സിസ്റ്റത്തിന്റെ ഇറർ ചൂണ്ടിക്കാണിക്കാൻ ജനാധിപത്യ രാജ്യത്ത് ഓരോ ജനാധിപത്യ വിശ്വാസിക്കും ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ ആ സമയത്ത് അതിനെ അവർ വിശദീകരിക്കുന്ന കാര്യങ്ങളെ ഈ പറയുന്നത് പോലെ വിമർശിക്കാനും ആക്ഷേപിക്കാനുമാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഈ തിരച്ചിൽ മന്ദഗതിയിലാകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, എന്തായാലും മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. ഈ പറയുന്നത് പോലെ 13 ദിവസം കഴിഞ്ഞ് ഇനി ഷിജിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒക്കെ സംശയമാണ്. എന്തിനാണ് ഇത്തരത്തിൽ മരണപ്പെട്ടു എന്ന് കരുതുന്ന ഒരാൾക്ക് വേണ്ടി ഇനിയൊരു തിരച്ചിൽ? കടലിലൊക്കെയാണ്, ഭക്ഷണം കിട്ടാതെ പോലും അദ്ദേഹം മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. അത്തരക്കാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, മരണശേഷം ലഭിക്കുന്ന ഇൻഷുറൻസ് പോലും ലഭ്യമാകാത്ത ഒരു വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവർക്കുണ്ടാകുന്നത് എന്നുള്ളതാണ്. അതായത് ഏതൊരു സംവിധാനത്തിലാണെങ്കിലും ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭിക്കണമെങ്കിൽ അയാൾ മരണപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണം വേണം. പക്ഷെ മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ തിരച്ചിലൂടെ അടക്കം കാണാതാകുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്
അയാൾ മരണപ്പെട്ടു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ വരുന്ന സാഹചര്യമാണ്. അത്തരം സാഹചര്യത്തിൽ ഏക പ്രതീക്ഷയായിട്ടുള്ള ആളുകളായിരിക്കും ഈ പറയുന്നത് പോലെ മരണപ്പെട്ടിട്ടുള്ളത്. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കാം ഒരുപക്ഷെ പല മത്സ്യബന്ധന തൊഴിലാളികളും പറയുന്നത് നമ്മൾ കേട്ടു. അവരുടെ ഉള്ളതെല്ലാം വെറ്റുപിറക്കി ബാക്കി കടം വാങ്ങിയൊക്കെയാണ് ഓരോ വള്ളവും വലയും ഒക്കെ വാങ്ങി ഉപജീവനത്തിന് വേണ്ടി കടലിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ തിരിച്ചു ജീവനോടെ വരുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, മുന്നോട്ടേക്ക് അയാൾ മരണപ്പെട്ടതിന് ശേഷം ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ പോലും ലഭിക്കാതാകുന്ന ഒരു അവസ്ഥയാണ് മത്സ്യബന്ധന തൊഴിലാളികളെ സംബന്ധിച്ചുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഷിജിനായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് സർക്കാർ സംവിധാനങ്ങൾ പറയുമ്പോഴും ഷിജിനെ കണ്ടെത്താനുള്ള സാധ്യതകൾ അത് വളരെ പുറകിലോട്ടാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പ്രദേശത്താണ് ഷിജിന്റെ മൃതദേഹം ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ അടക്കം പറയുന്ന ഒരു ഏരിയയിലാണ്. അതായത് തിരുവനന്തപുരം മുതലപ്പൊഴിയുടെ സമീപത്ത്. ഇത്തരം ഏരിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പൊഴി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ താഴ്വരയെ നിരവധി കല്ലുകൾ ഇത്തരത്തിൽ നിൽക്കുന്നുണ്ട്. കടലിനടിയിലേക്കും കടലും കായലും ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിരവധി കല്ലുകൾ ഇത്തരത്തിൽ താഴ്വരയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്ത് എപ്പോഴും ഈ പറയുന്നത് പോലെ എപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന മേഖലയായതുകൊണ്ട് പലപ്പോഴും വള്ളങ്ങൾ മറയുന്ന സമയത്ത് വല ഈ കടലിനടിയിൽ ഈ കല്ലിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറമെ നിന്ന് നമ്മൾ നോക്കുന്ന തരത്തിലല്ല, കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന വലയും മറ്റ് വള്ളം പൊട്ടുന്ന സമയത്തുണ്ടാകുന്ന വേസ്റ്റുകളും ഒക്കെ കുന്നുകൂടി നിൽക്കുന്ന അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരം ഏരിയയിലേക്ക് ഷിജിനെ പോലുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആഴത്തിൽ അത്തരത്തിൽ ഉള്ളിലോട്ടുള്ള തിരച്ചിലാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷേ സ്കൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ച് അവരുടെ എക്സ്പീരിയൻസ് പ്രകാരം അവരിവിടെ ഇറങ്ങി നോക്കിയതൊക്കെ പ്രകാരം അവർ പറയുന്നത് ഇവിടെ വിസിബിലിറ്റി കുറവാണ് എന്നുള്ള കാര്യമാണ്. അതായത് സാധാരണ ഏരിയകളിൽ തിരച്ചിൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കാഴ്ചയേക്കാൾ വിസിബിലിറ്റി ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം കായലും കടലും ഒരുമിച്ച് ചേരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ സാന്ദ്രത മാറിയും കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരു ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ വിസിബിലിറ്റി കുറയുന്നതും തിരച്ചിലിന് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് സ്കൂബ ഡൈവേഴ്സ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരച്ചിൽ നടത്തിയ സമയത്തും ശക്തമായിട്ടുള്ള മഴ കാരണം വീണ്ടും തിരമാലകളുടെ ശക്തി കൂടുന്നു, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും തിരച്ചിൽ സജീവമാക്കിയിരുന്നുവെങ്കിലും ഷിജിനായുള്ള ഒരു സൂചന അത് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രദേശത്ത് നിലവിൽ തിരച്ചിൽ നടത്തുന്നതായിട്ടുള്ള സൂചനകളൊന്നുമില്ല. ഇനിയിപ്പോൾ കടലിന്റെ ഉൾഭാഗത്തേക്കുള്ള തിരച്ചിലുകൾ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടുന്നത്. ഏതായാലും ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ് ഇത്തരത്തിൽ നഷ്ടമായിരിക്കുന്നത്. 13 ദിവസം പിന്നിടുമ്പോൾ ഷിജിൻ എവിടെ എന്നുള്ളതിന്റെ ഒരു സൂചന പോലും ലഭിക്കാത്തതിന്റെ ഏറ്റവും വലിയ നിരാശ ആ കുടുംബത്തിനുണ്ട്.